അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമറയ്ക്ക് ഒരിക്കലും നമുക്ക് വാറണ്ടിയിൽ, ഇപ്പോൾ പുതിയ ക്യാമറയാണെങ്കിൽ പോലും നമുക്ക് വാറണ്ടിയിൽ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹലോ ഫ്രണ്ട്സ്, നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ CCTV ക്യാമറകൾ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, ഈ എട്ടുകാലികൾ പോലെയുള്ള ജീവികൾ പൊതുവേ ഈ ക്യാമറയിൽ അട്രാക്റ്റഡ് ആണ്. കാരണം നിങ്ങൾക്കറിയാം, ഇൻഫ്രാറെഡ് എന്ന് പറയുന്ന ലൈറ്റ് ഈ ക്യാമറയിൽ നിന്ന് രാത്രി നമുക്ക് നൈറ്റ് വിഷന് വേണ്ടിയിട്ട് ഓൺ ആകാറുണ്ട്. അപ്പോൾ ഈ ഇൻഫ്രാറെഡ് ലൈറ്റിന് പൊതുവേ ചൂട് കൂടുതലായതുകൊണ്ട് ഈ പ്രാണികളൊക്കെ അതിലേക്ക് അട്രാക്റ്റഡ് ആവും. ഇനിയിപ്പോൾ നിങ്ങൾ കളർ ക്യാമറയാണ് വെക്കണമെങ്കിൽ പോലും ആ കളർ ക്യാമറയിൽ നിന്ന് വരുന്ന ആ ഒരു ലൈറ്റ് കാരണം ചില ജീവികളൊക്കെ, ചില ഷഡ്പദങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ വന്ന് പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നൈറ്റ് വിഷൻ പൊതുവെ കിട്ടാറില്ല. അപ്പോൾ പകൽ ചിലപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ക്യാമറ വെച്ചിട്ടുള്ള ആളുകൾ, ഇപ്പോൾ എന്നെ കാണുന്ന ഈ ക്യാമറ വെച്ചിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിപ്പം ഈ രാത്രി കാലങ്ങളിൽ മാത്രം എന്തെങ്കിലും പ്രശ്നം വരികയും പകൽ നല്ല ക്ലിയറായിട്ട് കാണുകയും ചെയ്യുകയാണെങ്കിൽ മിക്കവാറും അതിന് മുമ്പിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത രീതിയിൽ ചിലപ്പോൾ എട്ടുകാലികളൊക്കെ വല കെട്ടി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നൈറ്റ് വിഷൻ അങ്ങനെ ചില ബ്ലറായിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആടുന്ന പോലെയൊക്കെ തോന്നും. നമ്മൾ നോക്കുന്ന സമയത്ത് അതുപോലെയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഈ പറയുന്ന പരിപാടികൾക്കൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ക്യാമറയിൽ ഒരു സെറ്റപ്പോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ക്യാമറയിലെ യാതൊരു സെറ്റിങ്സും നമുക്ക് അതിനകത്ത് ചേഞ്ച് ചെയ്തുകൊണ്ട് യാതൊരു ഫലവുമില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ക്യാമറയൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ആമസോണിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ ഇങ്ങനെ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ചില ഇൻസെക്ടിസൈഡ്സ് ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഇൻസെക്ടിസൈഡ്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതൊന്ന് സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് ഇതുപോലുള്ള പ്രാണികളുടെയൊക്കെ ശല്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ എട്ടുകാലിയും അതുപോലെയുള്ള ചില പ്രാണികളൊക്കെ നമുക്കിട്ട് തരുന്ന പണിയെന്ന് വെച്ചാൽ നമുക്ക് സഹിക്കാവുന്നതാണ്. പക്ഷേ rats love to chew a gnaw because their incisors keep growing. They seem unstoppable, chewing anything on their path. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എലി വന്നിട്ട് ചിലപ്പോൾ ഈ ക്യാമറയുടെ ആ ഒരു കണക്ടർ തന്നെ കടിച്ചെടുത്തുകൊണ്ട് പോകുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്നുണ്ട്, ഈ ഒരു ക്യാമറയിൽ ആ ഒരു എലി കടിച്ചെടുത്തുകൊണ്ട് പോയിരിക്കുന്നത് ഇതിൻ്റെ DC പിന്നാണ്. അപ്പോൾ ഇതേപോലെ ഈ ഒരു ക്യാമറ ഫുള്ള് കടിച്ച് കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമറയ്ക്ക് ഒരിക്കലും നമുക്ക് വാറണ്ടിയിൽ, ഇപ്പോൾ പുതിയ ക്യാമറയാണെങ്കിൽ പോലും നമുക്ക് വാറണ്ടിയിൽ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഫിസിക്കൽ ഡാമേജ് ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്കിട്ട് കിട്ടുന്ന പണി നമുക്ക് എങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല മാർഗ്ഗങ്ങളുണ്ട്. അതിൽ എനിക്ക് തോന്നിയിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ, ഒന്നാമതായിട്ട് ഈ ഒരു കേബിൾ, ഇപ്പോൾ മിക്കവാറും എല്ലാ ക്യാമറയുടെയും കേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൈറ്റ് കളറിലാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ വലിക്കുന്ന നെറ്റ്വർക്ക് കേബിൾ ആയിക്കോട്ടെ, കോക്സിയൽ കേബിൾ ആയിക്കോട്ടെ, അത് നമ്മൾ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ ഒരു ക്യാമറയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഈ ക്യാമറയുടെ ഭാഗം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കും. നമുക്ക് ഔട്ട്ഡോറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഭാഗം നമുക്കൊരു ബോക്സിനുള്ളിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഞാനിത് പല ബോക്സുകളൊക്കെ നേരത്തെ എൻ്റെ പല വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. 4x4 അതുപോലെ റൗണ്ട് ബോക്സും എല്ലാ ബോക്സുകളും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ബോക്സുകൾ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് ഔട്ട്ഡോർ വയ്ക്കുന്ന ക്യാമറയെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം എലിക്കൊന്നും കടിക്കാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ കേബിൾ നേരെ ആ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ചുരുട്ടി സെറ്റാക്കാൻ പറ്റും. പക്ഷേ സീലിംഗ് ഒക്കെ വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഒരിക്കലും ഒരു ബോക്സ് അടിച്ചിട്ട് അതിനകത്തൊരു ക്യാമറ സെറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അത് കാഴ്ചയിൽ ഭയങ്കര അഭംഗിയായിരിക്കും, ഒരിക്കലും ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് വെച്ചാൽ മാക്സിമം നമുക്ക് നമ്മുടെ ഈ ഒരു ക്യാമറയുടെ കേബിൾ എത്തുന്നവരെയെങ്കിലും പൈപ്പ് ഇട്ട് വിടാം. അതിനുശേഷം നമുക്ക് ഒരു ഇൻസുലേഷൻ ടൈപ്പോ വേറെ ഏതെങ്കിലും കളർ, പ്രത്യേകിച്ച് ബ്ലാക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എലിയുടെ കണ്ണിലേക്ക് പെടുന്നതല്ല. ഈ എലിയുടെ ഈ ഒരു കാഴ്ചയിൽ പെടുന്ന, അപ്പോൾ നമ്മളിപ്പോൾ എലീനെയൊക്കെ പിടിക്കാൻ വേണ്ടി വെക്കുന്ന പല സാധനങ്ങളുടെയും കളർ എന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് ഒരു കപ്പയുടെ കഷ്ണം, അത് എലി ഈ ഒരു വെളുത്ത സാധനം ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് അതിനകത്ത് അട്രാക്റ്റഡ് ആവും. ഇപ്പോൾ നമ്മുടെ ഈ ഒരു കേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വെളുത്ത സാധനമാണ്. അതുകൊണ്ട് തന്നെ എലി വളരെ വേഗം തന്നെ അട്രാക്റ്റഡ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നിങ്ങൾക്കിപ്പം ചിലപ്പോൾ ഞാനിപ്പോൾ ഇതിനെപ്പറ്റി അധികം ഗവേഷണം നടത്തിയിരിക്കുന്ന ഒരാളൊന്നുമല്ല. എന്തായാലും ഇതിൻ്റെ കളർ ഒന്ന് മാറ്റുവാണെങ്കിൽ, ഒരു സ്പ്രേ പെയിൻ്റ് അടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും
ക്യാമറയ്ക്ക് മുഴുവൻ സ്പ്രേ പെയിൻ്റ് അടിക്കാനല്ല ഞാൻ പറഞ്ഞത്, ആ ഒരു കേബിളിന് മാത്രം ഒരു സ്പ്രേ പെയിൻ്റ് അടിച്ച് വേറൊരു കളറിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ ഒരു ഇൻസുലേഷൻ ടേപ്പൊക്കെ ഒട്ടിച്ച് വേറൊരു കളർ ബ്ലാക്കോ അങ്ങനെ എന്തെങ്കിലും ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എലിയുടെ കണ്ണിലേക്ക് ഇത് പെടില്ല എന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് ഓൺലൈനൊക്കെ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഈ റാറ്റിന് വേണ്ടിയിട്ട് അടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പ്രേ ഒക്കെ ഓൺലൈനിൽ കിട്ടുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ അതിൻ്റെ എഫക്റ്റ് പോകും. കാരണം ഈ ഇൻസെക്ടിസൈഡ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ പുറത്തടിക്കുന്നതൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ വീണ്ടും നമ്മൾ അടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതേപോലെ ഈ ക്യാമറ സീലിങ്ങിൻ്റെ മുകളിൽ വെച്ചേക്കണ ക്യാമറയിൽ ഇങ്ങനെ ഒരു സ്പ്രേ അടിച്ച് വെച്ചുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ക്യാമറയ്ക്ക് ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ മാത്രമാണല്ലോ നമ്മൾ ആ ഒരു സീലിങ്ങിൽ നിന്ന് ആ ഒരു ക്യാമറ അഴിച്ചെടുക്കുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് ക്യാമറ അഴിച്ചെടുത്തിട്ട് സ്പ്രേ അടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് കാഴ്ചയിൽ പെട്ടെന്ന് എനിക്ക് കണ്ണിൽ പെടാത്ത രീതിയിൽ അതിനെ ഒരു ബോക്സിനുള്ളിലേക്ക് മാറ്റുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്നാണ് തോന്നുന്നത്. ഇനി എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെതിരെ വ്യക്തമായിട്ടൊരു പ്രതിവിധി കണ്ടെത്തിയിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റുള്ളവർക്കും അതൊരു ഉപകാരമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. Every day, late at night, not okay. All I want, and I pray, all I need are some better days.